ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സിലെ അടുത്ത പർച്ചേസ് ഓഫ് ഓൺ ഡിബെഞ്ചേഴ്സ് ആണ്. എന്താണ് ഓൺ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. എന്താ ഓൺ ഡിബെഞ്ചേഴ്സ് പറഞ്ഞാൽ റിഡംഷൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞോ. നമ്മുടെ സ്വന്തം ഡിബെഞ്ചർ, നമ്മൾ വിറ്റ ഡിബെഞ്ചർ അവർ മാർക്കറ്റിൽ വിൽക്കാൻ വെക്കുമ്പോൾ നമ്മൾ തന്നെ പോയി മേടിക്കുക അല്ലേ. അപ്പോൾ ഈ കമ്പനി മേ പർച്ചേസ് ഇറ്റ്സ് ഡിബെഞ്ചേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഇമീഡിയറ്റ് ക്യാൻസലേഷൻ. അതായത് അപ്പോൾ ഇങ്ങനെ വാങ്ങുമ്പോൾ രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്ന് ഇമീഡിയറ്റ് ക്യാൻസലേഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി വാങ്ങാം. മനസ്സിലായോ? ദിസ് റിസൾട്ട് ഇൻ റിഡക്ഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ലയബിലിറ്റി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് പാർ വാല്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ക്യാൻസൽ. അതായത് നമ്മുടെ സ്വന്തം ഡിബെഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോൾ അവരായിട്ടുള്ള ആ ഒരു ഇടപാട് അവിടെ ക്യാൻസലായി പോവുകയാണ്. ശരിയല്ലേ? അപ്പം മേ ബി ചിലപ്പോൾ ഒറിജിനൽ വിലയിനേക്കാൾ കുറച്ചൊക്കെ പൈസ കൊടുത്താൽ ചിലപ്പോൾ കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പനിക്ക് അത് പ്രോഫിറ്റ് ആയിരിക്കും. ദിസ് ഈസ് ബിക്കോസ് ഡിബെഞ്ചേഴ്സ് ആർ പർച്ചേസ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് ലോവർ പ്രൈസ്. സാധാരണ ഓപ്പൺ മാർക്കറ്റിൽ പോയി ഒരു കമ്പനി പോയി സ്വന്തം ഡിബെഞ്ചർ വാങ്ങണമെങ്കിൽ കമ്പനിക്ക് അത് ലാഭമില്ലാതെ കമ്പനി ഒരിക്കലും ചെയ്യില്ല. ശരിയല്ലേ? അല്ലെങ്കിൽ പിന്നെ റിഡംഷൻ ടൈമിൽ ചെയ്താൽ മതിയല്ലോ. അവർ ഓപ്പൺ മാർക്കറ്റിൽ പോയി വാങ്ങണമെങ്കിൽ ചിലപ്പോൾ അവർ ഓപ്പൺ മാർക്കറ്റിൽ വില കുറച്ച് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ പോയി വാങ്ങുമ്പോൾ കമ്പനിക്ക് ലാഭമായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഓർത്ത് വയ്ക്കുക. അത് വരുമ്പോൾ ജേണൽ എൻട്രീസ് നമുക്ക് കാണാതെ പഠിക്കാനുണ്ട്. ആ ജേണൽ എൻട്രി പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കം ഇൻട്രസ്റ്റും എക്സ് ഇൻട്രസ്റ്റ് എന്നാണ് പറയുക. 2 മാർക്കിനൊക്കെ എപ്പോഴും വരാറുണ്ട് കേട്ടോ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് എക്സ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വാട്ട് ഈസ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് അതപ്പോൾ ഡിസ്കസ് ചെയ്താലോ? റെഡിയാണോ? ജനറലി ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഈസ് പെയ്ഡ് ഓൺ ഫിക്സഡ് ഡേറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ അടയ്ക്കുക ഒന്നില്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിരിക്കും, അല്ലെങ്കിൽ ഇയർലി. ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ എന്താ? 6 മാസം കൂടുമ്പോൾ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഡേറ്റ് അറിയാം, മുൻകൂട്ടി അറിയാം അല്ലെ, ഇന്ന ഡേറ്റിൽ നമ്മൾ ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഇയർലി ആണെങ്കിൽ ഇയർ എൻഡിങ് ആകുമ്പോൾ നമുക്ക് ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഹൗവർ ദ കമ്പനി ക്യാൻ ബൈ ഇറ്റ്സ് ഓൺ ഡിബെഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദി ഇയർ. പക്ഷേ ഓപ്പൺ മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ സ്വന്തം ഡിബെഞ്ചർ വാങ്ങാൻ ചെല്ലുമ്പോൾ അതിന് ഡേറ്റ് ഉണ്ടോ? അവരെപ്പോഴാണോ അവർക്ക് പൈസയ്ക്ക് അത്യാവശ്യം വരുന്നത് ആ സമയത്തായിരിക്കുമല്ലോ അവരെന്ത് ചെയ്യുക? അവർക്ക് പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോഴല്ലേ അവർ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാൻ വെക്കുക അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ പോയി വാങ്ങും അല്ലേ? അപ്പോൾ ഇഫ് എ കമ്പനി പർച്ചേസ് ഇറ്റ്സ് ഓൺ ഡിബെഞ്ചേഴ്സ് ഓൺ ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ദർ വിൽ ബി നോ പ്രോബ്ലം വിത്ത് റിഗാർഡ് ടു ഇൻട്രസ്റ്റ്. അതായത് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട അന്ന് തന്നെയാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ പോയി വാങ്ങണമെങ്കിൽ നമുക്ക് അവിടെ എന്തില്ല, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഇൻട്രസ്റ്റ് അടച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിന് മുമ്പോ ആണ് നമ്മൾ പോയി ഡിബെഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ അവിടെയാണ് നമുക്ക് ഈ കം ഇൻട്രസ്റ്റ്, ഈ ഇൻട്രസ്റ്റിൻ്റെ കേസ് വരിക. ദിസ് ഈസ് ബിക്കോസ് ദ ഇൻട്രസ്റ്റ് അക്രൂഡ് അപ് ടു ദ ഡേറ്റ് ഓഫ് പർച്ചേസ് will be payable to the debenture holder. If the debentures are purchased before the due date of the interest payment, then the problem arises as to whether the price paid include interest for the expired period or not. Sometimes the price included in the purchase price, it is known as എന്ത് വരും? കം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എക്സ് ഇൻട്രസ്റ്റ്. ആ ഒരു കേസാണ്. അപ്പോൾ ആദ്യം ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അതായത് നമ്മളിപ്പോൾ എൻ്റെ കമ്പനിയുടെ ഡിബെഞ്ചർ ഞാൻ ഒരാൾക്ക് വിറ്റിട്ടുണ്ട്, ഓക്കെ അല്ലേ? അതിൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ അടയ്ക്കുന്നത് 6 മാസം കൂടുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഏപ്രിൽ 1-ാം തീയതിയാണ് വിറ്റത് കേട്ടോ. ഏപ്രിൽ 1-ാം തീയതിയാണ് വിറ്റത്, ഓക്കെ അല്ലേ? ഞാൻ ഇൻട്രസ്റ്റ് എപ്പോഴാണ് കൊടുക്കണേ? ഡിബെഞ്ചർ ഹോൾഡറിന് ഇൻട്രസ്റ്റ് എപ്പോഴാണ് കൊടുക്കണേ? 6 മാസം കൂടുമ്പോൾ. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി ഞാൻ വിറ്റ ഡിബെഞ്ചറിന് എന്നായിരിക്കും ഞാൻ പലിശ കൊടുക്കുന്നുണ്ടാവുക? ഒക്ടോബർ 31 മുമ്പായിട്ട്. അടുത്ത പലിശ കൊടുക്കുന്നത് മാർച്ച് 31 മുമ്പ്. ശരിയാണോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോൾ 6 മാസം എന്ന് പറയുമ്പോൾ ഒക്ടോബർ ഓൺ ഓർ ബിഫോർ 31 ഒക്ടോബറും അതുപോലെ അടുത്ത ഡേറ്റ് മാർച്ച് 31 മുമ്പായിട്ടായിരിക്കും. ശരിയാണോ? സെറ്റല്ലേ? അപ്പോൾ ഈ ഡേറ്റിന് മുമ്പായിട്ട് ഞാൻ എന്ത് വെക്കുകയാണെങ്കിൽ, ഈ ഡേറ്റിന് മുമ്പായിട്ട് അവർ ഓപ്പൺ മാർക്കറ്റിൽ പോയി ഡിബെഞ്ചർ വിൽക്കുകയാണ്. 1 സെക്കൻഡ്. നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ പോയിട്ട്
നമ്മൾ ഡിബഞ്ചർ മേടിക്കാൻ പോവുകയാണേ. പക്ഷെ നമ്മൾ മേടിക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റ് അടയ്ക്കുന്ന ഡേറ്റ് കേൾക്കുന്നില്ല, സ്ക്രീൻ കാണുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ അവർ വിൽക്കാൻ വെച്ചേക്കാം. പക്ഷെ അവർ വിൽക്കാൻ വെച്ചേക്കണത് എന്തിലല്ല, ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട ഡേറ്റിലല്ല. ഒക്ടോബർ 31 മാർച്ച് 31 അല്ല അവർ വിൽക്കാൻ വെച്ചേക്കണേ. പിന്നെയോ ആ ഡേറ്റിന് മുമ്പായിട്ടാണ്, അതായത് ഇപ്പോൾ ഓഗസ്റ്റ് 1 അങ്ങനെ ഏതെങ്കിലും ഡേറ്റിനാണ് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതെങ്കിൽ അതുവരെയുള്ള പലിശ അടയ്ക്കണ്ടേ. എന്നാണ് ഒരു ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചേക്കണത്, ആ ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് നമ്മൾ ആ പർച്ചേസ് പ്രൈസിൻ്റെ കൂടെ അടയ്ക്കണം. മനസ്സിലായോ? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന വിലയുടെ കൂടെ ആ പലിശ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അടയ്ക്കേണ്ടി വരും. അപ്പോൾ പർച്ചേസ് പ്രൈസിൽ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ പോയി ഡിബഞ്ചർ വാങ്ങുന്ന ആ പ്രൈസിനകത്ത് അതുവരെയുള്ള ഇൻട്രസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കം ഇൻട്രസ്റ്റ് എന്നാണ് പറയുക. കണ്ടോ, ഇഫ് ദ പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഫോർ ദ പീരീഡ് ഫ്രം പ്രീവിയസ് ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ഡേറ്റ് ഓഫ് പർച്ചേസ്. കണ്ടോ, എന്നാണ് ലാസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് അടച്ചേക്കണേ അന്ന് മുതൽ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് ഏത് ഡേറ്റിലാണോ അന്ന് വരെയുള്ള ഇൻട്രസ്റ്റ് പർച്ചേസ് പ്രൈസിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കം ഇൻട്രസ്റ്റ് എന്ന് പറയുക. കം എന്ന് പറയുന്നത് അർത്ഥം വിത്ത് എന്നാണ് അർത്ഥം. കം എന്ന് പറയുന്നത് അർത്ഥം വിത്ത് ഓർ ഇൻക്ലൂസീവ്. മനസ്സിലായോ? അപ്പോൾ ആ പർച്ചേസ് പ്രൈസിനകത്ത് എന്തുണ്ടാവും? ആ പർച്ചേസ് പ്രൈസിനകത്ത് എന്തുണ്ടാവും? ഇൻട്രസ്റ്റ്. ക്ലിയർ ആയോ? ഫിദ ഇല്ലേ ക്ലാസ്സിൽ? ഓക്കെ, ക്ലിയർ ആയോ? കം ഇൻട്രസ്റ്റ് എന്താണ് ഫിദ? കം ഇൻട്രസ്റ്റ് പറഞ്ഞാൽ കൂട്ടിയാണ് പർച്ചേസ് പ്രൈസ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് കം ഇൻട്രസ്റ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുക. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിനും. ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിബഞ്ചർ വാങ്ങുന്നതെങ്കിൽ അതിന് എൻട്രി എന്താ? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. കാണാതെ പഠിച്ച എൻട്രി കേട്ടോ. ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ക്വസ്റ്റനിൽ പറയും. അങ്ങനെ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ വാങ്ങുന്നതെങ്കിൽ എന്താണ് എൻട്രി എന്ന് പറഞ്ഞേ? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പുതിയതായിട്ട് വീണ്ടും നമ്മൾ ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ വാങ്ങിയിട്ട് നമ്മൾ വേറെ മറിച്ച് വിൽക്കാം. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ വാങ്ങുന്നതെങ്കിൽ എന്താ എൻട്രി വരിക? ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് മാത്രമേ വരുള്ളൂ. ടു പ്രോഫിറ്റ് അവിടെ വരൂല. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത കം ഇൻട്രസ്റ്റ്. കം ഇൻട്രസ്റ്റ് കഴിഞ്ഞു. എക്സ് ഇൻട്രസ്റ്റ് എന്തായിരിക്കും? അപ്പോൾ എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് പർച്ചേസ് പ്രൈസിനകത്ത് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ പോയി നമ്മുടെ ഡിബഞ്ചർ വാങ്ങുന്ന വിലയിൽ അകത്ത് എന്തില്ല? ഇൻട്രസ്റ്റ് ഇല്ല. അത് എക്സ്ക്ലൂസീവ് ഇൻട്രസ്റ്റാണ്. മനസ്സിലായോ? അപ്പോൾ ഇഫ് ദ പർച്ചേസ് പ്രൈസ് എക്സ്ക്ലൂഡ് ദ ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയർഡ് പീരീഡ്, എക്സ്പയർഡ് ആയ പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് പർച്ചേസ് പ്രൈസിൽ ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ് ഇൻട്രസ്റ്റ് അഥവാ വിത്തൗട്ട് ഇൻട്രസ്റ്റ് എന്ന് പറയാം. ക്ലിയർ ആണോ? എൻട്രികളിൽ മാറ്റമൊന്നുമില്ല. എൻട്രി സെയിം തന്നെയാണ്. അവിടെ പഠിച്ച അതേ എൻട്രി തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കിയാലോ? റെഡിയാണോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം ഞാൻ. 8 പ്രോബ്ലം ഉള്ളൂ അല്ലേ? 1 സെക്കൻഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. A Limited desired to redeem 6% debentures of ₹10,000. A Limited ഒരു 10,000 രൂപയുടെ ഡിബഞ്ചറാണ് റിഡീം ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഹാഫ് ഇയർലി ഓൺ 30th September ആൻഡ് 31st March. സാധാരണഗതിയിൽ ഈ കമ്പനി എപ്പോഴാണ് ഇൻട്രസ്റ്റ് അടയ്ക്കാറ്? 6 മാസം കൂടുമ്പോൾ. അതായത് സെപ്റ്റംബർ 30 അല്ലെങ്കിൽ മാർച്ച് 31 ഓൺ 1st June 2020. It purchased debentures of ₹10,000 in the open market at ₹97 each for immediate cancellation. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആണോ അതോ ഫോർ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ നമ്മൾ നോക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കണേ? അപ്പോൾ നമ്മൾ ആ എൻട്രിയിൽ ഫസ്റ്റ് കേസിൽ പഠിച്ച എൻട്രി വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ 97 രൂപയ്ക്കാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയേക്കണേ കേട്ടോ.
ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ 10,000 രൂപയുടെ ഡിബഞ്ചർ 97 രൂപ കൊടുത്താൽ മേടിച്ചേക്കണേ. ഓക്കെ, എന്നാ വാങ്ങിയത്? ഡേറ്റ് എന്നാ? ജൂൺ 1 അപ്പോൾ സാധാരണഗതിയിൽ ഏപ്രിൽ മെയ് ജൂൺ 1. അപ്പോൾ ഏപ്രിൽ മെയ് 2 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടോ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് കമ്മി ഇൻട്രസ്റ്റിലാണെങ്കിൽ എന്താണ് എൻട്രി, എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്താ എൻട്രി? കമ്മി ഇൻട്രസ്റ്റ് ആണെങ്കിലും എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിലും ആകെ ഒരൊറ്റ എൻട്രി ഉള്ളൂ, ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. എന്താ എൻട്രി? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, അല്ല ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ലെറ്ററിൽ നിങ്ങൾ എപ്പോഴും ഫേസ് വാല്യൂ എഴുതുക. എത്ര എമൗണ്ട് നമ്മുടെ എത്ര രൂപ ഡിബഞ്ചറെ തിരിച്ച് വാങ്ങണേ? അല്ല, എത്ര ഫേസ് വാല്യൂ എത്ര രൂപ ഡിബഞ്ചറാ? 10,000. 10,000 അല്ലേ? അപ്പം 10,000 വേണം നമ്മൾ എഴുതാൻ. ഇനി ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചോ. എത്ര ശതമാനം ഉള്ള ഡിബഞ്ചറാണ് നമ്മൾ റെഡീം ചെയ്യണേ? 6% അല്ലേ? 6% അപ്പോൾ 6% 10,000 ഇൻറ്റു 6/100 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒന്ന് ചെയ്തേ. 10,000 ഇൻറ്റു 6/100 എത്രയാ? 600 ഇൻറ്റു അതിൽ എത്ര മാസത്തെ കാണണം? നമ്മൾ എന്നാ റെഡീം ചെയ്യണേ, എന്നാ ഓപ്പൺ മാർക്കറ്റിൽ പോയി വാങ്ങണേ? നമ്മൾ ജൂൺ 1 അപ്പോൾ ഏപ്രിൽ മെയ് 2 മാസം കഴിഞ്ഞിട്ടല്ലേ വാങ്ങണേ? അപ്പോൾ എത്ര മാസത്തെ പലിശ കൊടുത്താൽ മതി? 2 മാസത്തെ പലിശ കൊടുത്താൽ മതി. ശരിയല്ലേ? അല്ലേ? അപ്പോൾ ഇൻറ്റു 2/12 ചെയ്തേ. അപ്പോൾ 10,000 ഇൻറ്റു 6/100 ചെയ്യുമ്പോൾ നമുക്ക് ഒരു വർഷത്തെ കിട്ടുക. അതിൽ 2 മാസത്തെ കാണണം. ഇൻറ്റു 2/12 എത്ര വരും? കാൽക്കുലേറ്റർ ചെയ്യും. അപ്പോൾ 100 റുപ്പീസ് കിട്ടും. അതാണ് ഇൻട്രസ്റ്റ്. ക്ലിയർ ആയോ? ഹത്തിയോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര ശതമാനം നോക്കാം മോളെ? 6% ഡിബഞ്ചേഴ്സ് അല്ലേ? അപ്പോൾ ഡിബഞ്ചറിൻ്റെ പേരാണ് 6%. അപ്പോൾ 6% ആണെങ്കിൽ അതിനർത്ഥം 6% പലിശ കൊടുക്കണമെന്നാണ് അർത്ഥം. 6% ഒരു വർഷത്തേക്ക് കൊടുക്കണമെന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് എങ്ങനെയാ? 6 മാസം കൂടുമ്പോഴാണ് അല്ലേ? അപ്പോൾ നമ്മൾ ലാസ്റ്റ് കൊടുത്തേക്കണത് എന്തായിരിക്കും? മാർച്ച് 31. അതിനുശേഷം നമ്മൾ എന്നാ ഓപ്പൺ മാർക്കറ്റിൽ പോയി നമ്മുടെ ഡിബഞ്ചർ വാങ്ങണേ? ജൂണിൽ. അപ്പോൾ ലാസ്റ്റ് എന്നാണോ കൊടുത്തതെന്ന് നോക്കുക. അന്നൊട്ട് വാങ്ങുന്ന ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് കാണാം. അപ്പോൾ മാർച്ച് 31 കൊടുത്തു. ഇനി മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ 1 നമ്മൾ വാങ്ങണം. അപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ മേടിക്കുകയാണ്. അപ്പോൾ എത്ര മാസത്തെ പലിശ കൊടുത്താൽ മതി? 2 മാസത്തെ പലിശ. ഓക്കെ അല്ലേ? അപ്പോൾ 10,000 ഇൻറ്റു 6/100 ചെയ്യുമ്പോൾ ഒരു വർഷത്തെ കിട്ടും. അതിൽ 2 മാസത്തെ കാണാം. അപ്പോൾ ഇൻറ്റു 2/12 ചെയ്യുക. അപ്പോൾ 100 റുപ്പീസ്. ക്ലിയർ? ചോദിച്ചോളൂ. 31 മാർച്ച് കൊടുത്തിക്കണില്ലേ? അവിടെ ഇനി വേറെ ഡേറ്റ് ആണെങ്കിൽ ആ ഡേറ്റ് മുതൽ വാങ്ങിയ ഡേറ്റ് വരെ അതന്നെ അവിടെ വേറെ ഡേറ്റ് വരാൻ ഇനി ചാൻസ് ഉള്ളത് ഡിസംബർ 31 ഉള്ളൂ. അപ്പൊ അങ്ങനെ ഡിസംബർ ശേഷം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ്. അതന്നെ മെയ്. അപ്പൊ ജൂൺ കൂട്ടണ്ട. ജൂൺ 1 അല്ലേ വാങ്ങിയേക്കണേ? അപ്പൊ ജൂൺ കൂട്ടണ്ട കേട്ടോ. ഓക്കെ, ഇൻട്രസ്റ്റ് കാണേണ്ടത് അതന്നെ. അപ്പോൾ 100 രൂപ കിട്ടി. എത്തിയോ? ക്ലിയർ ആയോ? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിനോട് 100 എഴുതാം. ഇനി നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ എത്ര രൂപയ്ക്ക് മേടിച്ചേ? 97. അപ്പം നമ്മൾ എന്ത് കാണണം? 97 ഒരു ഡിബഞ്ചറിനാണ്. നമ്മൾ 100 രൂപ ഡിബഞ്ചറല്ലേ വിറ്റേക്കണം. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യണം. ഒറിജിനൽ വില ഫേസ് വാല്യൂ 100 രൂപയുടെയാണ്. അപ്പോൾ 10,000 ഇൻറ്റു 97/100 ചെയ്യണം നിങ്ങൾ കേട്ടോ. എത്രയാണോ ക്വസ്റ്റിൽ തന്നേക്കണേ അതേ ബൈ 100 ചെയ്യണം. അപ്പോൾ 10,000 ഇൻറ്റു 97/100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9,700. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ടെന്ന് അർത്ഥം? കമ്മി ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന അർത്ഥം ഈ 9,700 രൂപയിൽ എന്ത് കിടപ്പുണ്ട്? 100 രൂപ ഇൻട്രസ്റ്റ് കിടപ്പുണ്ട്. ശരിയല്ലേ? അപ്പോൾ ആക്ച്വലി നമുക്ക് എത്രയേ ചിലവ് വന്നിട്ടുള്ളൂ? ആ ഡിബഞ്ചറിനെ വാങ്ങാൻ 9,700 രൂപ ചിലവ് വന്നിട്ടുണ്ടോ ശരിക്കും? എത്രയേ വന്നിട്ടുള്ളൂ? 9,600 വന്നിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ എത്ര രൂപ ലാഭം? 400 രൂപ ലാഭം. 10,000 രൂപ ഡിബഞ്ചറല്ലേ? 10,000 രൂപ ഡിബഞ്ചറല്ലേ? നമ്മൾ 10,000 രൂപയ്ക്ക് തിരിച്ച് വാങ്ങേണ്ട സമയത്ത് 10,000 രൂപ കൊടുക്കണം. റെഡീം ചെയ്യണമെങ്കിൽ 10,000 വേണം നമുക്ക്. പക്ഷെ വെറും 9,600 രൂപ കൊടുത്തപ്പോൾ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങാൻ പറ്റി.
അതിൽ 100 രൂപ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കുറച്ച് ബാക്കി 9600 കൊടുത്ത് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. അപ്പോൾ എത്ര രൂപ നമുക്ക് ലാഭം, പ്രോഫിറ്റ്? 400 രൂപ. കത്തിയോ? കത്തിയോ? കേട്ടില്ല. ലാസ്റ്റ് പറഞ്ഞ എമൗണ്ട് ആണോ? 2 ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ആണ്. നമ്മൾ 97 രൂപ കൊടുത്തല്ലേ നമ്മൾ വാങ്ങിയത്. അപ്പോൾ എത്ര രൂപ കൊടുത്തു എന്ന് എങ്ങനെ അറിയാം? നമുക്ക് 10000 ഒരു ഡിബഞ്ചറിനാണ് 97 കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ 100 രൂപയുടെ 100 ഡിബഞ്ചർ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ 100 97 ചെയ്താലും മതി കേട്ടോ മോനെ. അതായത് 10000 രൂപയുടെ ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ അതിനർത്ഥം 100 × 100 ചെയ്യുമ്പോഴല്ലേ 10000 കിട്ടുക. 10000 റുപ്പീസിൻ്റെയാണ്. അപ്പോൾ ഫേസ് വാല്യൂ 100 രൂപയാണ് ഡിബഞ്ചറിൻ്റെ. അങ്ങനെ അസ്യൂം ചെയ്യണം നമ്മൾ. മനസ്സിലായോ മോനെ? 100 രൂപയുടെ എത്ര ഡിബഞ്ചർ വിൽക്കുമ്പോഴാണ് 10000 രൂപ ആവുക? അല്ല, 100 രൂപയുടെ എത്ര ഡിബഞ്ചർ? 100 എണ്ണം. അപ്പോൾ 100 × 100 ചെയ്യുമ്പോഴല്ലേ 10000 കിട്ടുക. അപ്പോൾ 100 ഡിബഞ്ചറാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ തിരിച്ച് വാങ്ങണം. എത്ര രൂപ കൊടുത്ത്? 100 രൂപ കൊടുക്കണ്ട. എത്ര രൂപ കൊടുത്താൽ മതി ഓപ്പൺ മാർക്കറ്റിൽ? അപ്പോൾ 97 × 100 9700. അപ്പോൾ 9700 രൂപ കൊടുത്ത് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണ്. ഇനി കം ഇൻട്രസ്റ്റ് ആണെങ്കിൽ 9700-നകത്ത് കം എന്ന് പറയുന്ന അർത്ഥം എടാ 100 ഫേസ് വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുന്നതാ. 97 രൂപയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങാന്ന് പറയുമ്പോൾ അതിനർത്ഥം 100 രൂപ ഡിബഞ്ചർ ആയിരിക്കും അത്. അങ്ങനെ ചിന്തിക്കണം എല്ലാ കേസിലും. സാധാരണ ഡിബഞ്ചറുകൾക്കും ഷെയറുകൾക്കൊക്കെ വന്നിട്ട് 10 രൂപ അല്ലെങ്കിൽ 100 രൂപ അങ്ങനെ വരുള്ളൂ കേട്ടോ. ചോദിച്ചോ മോനെ. എക്സ് ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല മോനെ. കം ഇൻട്രസ്റ്റ് പറയൂ ഇപ്പോൾ. അപ്പോൾ 9700-നകത്ത് കം ഇൻട്രസ്റ്റ് ആണെങ്കിൽ, കം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അർത്ഥം 9700-ൽ എന്ത് കിടപ്പുണ്ട്? 100 രൂപ ഇൻട്രസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ 9700 അപ്പോൾ ഞാൻ പറയാം 9700 രൂപയുടെ ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ വാങ്ങിയ പൈസയ്ക്കകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനർത്ഥം 9600 രൂപയെ നമുക്ക് ആ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ വാങ്ങാൻ ചിലവായിട്ടില്ല ശരിക്കും. ശരിയല്ലേ? 100 രൂപ ഇൻട്രസ്റ്റ് അല്ലേ മക്കളെ? 9700-ൽ ഇല്ല ഇൻട്രസ്റ്റ്. കം ഇൻട്രസ്റ്റ് അല്ലേ? അപ്പോൾ ആ ഇൻട്രസ്റ്റ് കുറച്ചാൽ 9600 ശരിക്കും നമുക്ക് ചിലവായിട്ടുള്ളൂ. ക്ലിയർ? അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 9600 ചിലവായിട്ടുള്ളൂ എങ്കിൽ 10000 രൂപയുടെ ഡിബഞ്ചറിന് 9600 നമുക്ക് ചിലവായിട്ടുള്ളെങ്കിൽ എത്രയാണ് കമ്പനിക്ക് ലാഭം? 400 രൂപ കമ്പനിക്ക് പ്രോഫിറ്റ്. ക്ലിയർ ആയോ? കത്തിയോ കം ഇൻട്രസ്റ്റ്? ക്ലിയർ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ 9700 എന്ന് പറയുന്ന എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്താർത്ഥം? അതിനകത്ത് എന്തില്ല? ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ 2 ബാങ്ക് എന്ന് പറയും ഇൻട്രസ്റ്റ് കൂടി ചേർത്ത് അടയ്ക്കേണ്ടി വരും. അപ്പോൾ 9700-ന് കൂടെ എന്തുകൂടി കൂട്ടി അടയ്ക്കേണ്ടി വരും? 100 കൂട്ടി. അപ്പോൾ 9800 അടയ്ക്കേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് 9700 കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എത്രയാണ് പ്രോഫിറ്റ്? ഇൻട്രസ്റ്റ് ഇല്ലാതെ കമ്പനി 9700 കൊടുക്കേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ എത്രയാണ് പ്രോഫിറ്റ് കമ്പനിക്ക്? 300 രൂപ. സിമ്പിൾ അല്ലേ ഇത്? എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 2 ബാങ്കിൻ്റെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ് ഇല്ലല്ലോ, ഇൻട്രസ്റ്റ് കൂടി എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും 2 ബാങ്കിൻ്റെ അവിടെ. നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്ന സ്ഥലത്ത് ഈ ഓപ്പൺ മാർക്കറ്റിലെ പ്രൈസ് 97 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസയ്ക്കകത്ത് എന്തില്ല? ഇൻട്രസ്റ്റ് ഇല്ല. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കൂടി ചേർത്ത് അടയ്ക്കേണ്ടി വരും. അപ്പോൾ 9700-ന് കൂടെ എന്തുകൂടി കൂട്ടി അടയ്ക്കേണ്ടി വരും? അപ്പോൾ 9800 ആണ് നിങ്ങൾ അടയ്ക്കുന്നത്. അത് ഇൻട്രസ്റ്റ് കൂടി ചേർത്താണ് കേട്ടോ മക്കളെ. നിങ്ങൾ പ്രോഫിറ്റ് കാണുമ്പോൾ ഒരിക്കലും ഇൻട്രസ്റ്റ് കൂടി ചേർക്കരുത്. ഇൻട്രസ്റ്റ് ഇല്ലാതെ നോക്കണം. അത് വെച്ചിട്ട് വേണം പ്രോഫിറ്റ് കണ്ടെത്താൻ. കത്തിയോ? അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് 9700 ചിലവ് വന്നു. 10000 രൂപ ഡിബഞ്ചർ. ഇൻട്രസ്റ്റ് കൂട്ടാതെയാണ്. ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ എത്ര രൂപയാണോ ആ ഡിബഞ്ചറിനെ വാങ്ങാൻ കൊടുത്തേക്കണത് അത് വെച്ചിട്ട് വേണം പ്രോഫിറ്റ് കണ്ടെത്താൻ. ക്ലിയർ? എല്ലാവർക്കും കിട്ടിയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ഇൻട്രസ്റ്റ് കം ഇൻട്രസ്റ്റ് പ്രോബ്ലം. റിഡംഷൻ ചെയ്യുന്ന ലാസ്റ്റ് മെത്തേഡാണ് റിഡംഷൻ ബൈ കൺവേർഷൻ. പറയട്ടെ? ഓക്കെ, കൺവേർഷൻ എന്ന് പറയുന്നത് അർത്ഥം
അതായത് നമുക്ക് റെഡീം ചെയ്യേണ്ട സമയമായപ്പോൾ കമ്പനിക്ക് പൈസ ഇല്ല തിരിച്ച് വാങ്ങാനായിട്ട്. അപ്പം കമ്പനി എന്ത് ചെയ്യും? ആ ഡിബെഞ്ചറിനെ ഷെയറിലോട്ടോ അല്ലെങ്കിൽ പുതിയ ഡിബെഞ്ചറായിട്ടോ മാറ്റുക, അല്ലെ, കൺവെർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കമ്പനിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളത്? കമ്പനിക്ക് അതിന് വേണ്ട പൈസ, ഫിനാൻഷ്യൽ സോഴ്സ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, അല്ല, റിഡംഷൻ ചെയ്യണ്ടല്ലോ. അപ്പോൾ കമ്പനിക്ക് അതിനെ പൈസ കണ്ടെത്തേണ്ട കാര്യമില്ല. അതുപോലെ ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യില്ല, കാരണം ക്യാഷിൽ നിന്നൊന്നും പൈസ പോകണില്ലല്ലോ. അപ്പോൾ DRR ക്രിയേറ്റ് ചെയ്യേണ്ട, കാരണം പ്രോഫിറ്റിൽ നിന്ന് പൈസ എടുത്താൽ മാത്രമേ DRR ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം. DRR എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് പൈസ ചിലവാക്കണ്ട. അപ്പോൾ ഇങ്ങനെ കുറേയധികം കമ്പനിക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഡിബെഞ്ചർ ഹോൾഡറിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളത്? കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം കിട്ടും, അല്ലേ? ഷെയർ ഹോൾഡർ ആവില്ലേ അവർ? ഷെയറിലേക്ക് മാറ്റിയാ ആവില്ലേ? വെറും പുറത്തെ ഒരാൾ, കടക്കാരനായിരുന്ന ഒരാൾ കമ്പനിയുടെ ഓണറാവാണ് ഷെയറിലേക്ക് കൺവെർട്ട് ചെയ്താൽ, ശരിയല്ലേ? അപ്പോൾ അവരാരാവും? ഡിബെഞ്ചർ ഹോൾഡർ എന്നുള്ളത് ആരായിട്ട് മാറും? ഓണറായി, ഷെയർ ഹോൾഡറായി. അപ്പോൾ പ്രോഫിറ്റ് കിട്ടി കമ്പനിയുടെ, അല്ലേ? ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം കേട്ടോ. അത് ആ പോയിന്റുകൾ നമുക്ക് ആ തിയറിയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ പല സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്താണ് ഡിബെഞ്ചർ ഈസ് റെഡീംഡ് അറ്റ് പാർ ഓൺ മെച്യൂരിറ്റി ആൻഡ് ന്യൂ ഷെയർ ഓർ ഡിബെഞ്ചർ ആർ ഇഷ്യൂഡ് അറ്റ് പാർ. എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് റെഡീം ചെയ്യേണ്ടത് പാറിലാണേ. നമുക്ക് ഡിബെഞ്ചർ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒറിജിനൽ വില കൊടുത്ത് നമുക്ക് തിരിച്ചു കൊടുക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? പാറിൽ വേറെ, നമ്മൾ ഡിബെഞ്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിബെഞ്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ ഡിബെഞ്ചറിലേക്ക്, പുതിയ ഷെയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? കൺവേർട്ട്. അപ്പോൾ എന്താ എൻട്രി വരിക? ഓൾഡ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബെഞ്ചർ ഹോൾഡർ, ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ടു ന്യൂ ഡിബെഞ്ചേഴ്സ് ഓർ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താണ് എൻട്രി വരുന്നത്? ഓൾഡ് ഡിബെഞ്ചർ അക്കൗണ്ട് ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ന്യൂ ഡിബെഞ്ചർ. ഓക്കെ, ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ടു ന്യൂ ഡിബെഞ്ചേഴ്സ് ഓർ ഷെയർ ക്യാപിറ്റൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് നിങ്ങൾക്ക് പല പല കേസുകളുണ്ട് പറയാനായിട്ട്, പല കേസുകൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കേസും കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഓക്കെ, പറയട്ടെ? ഓക്കെ, രണ്ടാമത്തെ കേസും കൂടി ഞാനൊന്ന് പറയാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഡിബെഞ്ചേഴ്സ് ആർ റിഡീംഡ് അറ്റ് പ്രീമിയം അറ്റ് മെച്യൂരിറ്റി ആൻഡ് ന്യൂ ഷെയർ ഓർ ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ഓൾറെഡി പഴയ ഡിബെഞ്ചർ നമ്മൾ റിഡീം ചെയ്യുന്നത് എന്തിലാ? പ്രീമിയത്തിലാണ് നമ്മൾ റിഡീം ചെയ്യണേ. പക്ഷേ പ്രീമിയത്തിൽ റിഡീം ചെയ്യുന്ന സമയമായപ്പോൾ നമ്മൾ ആ ഡിബെഞ്ചറിനെ എന്തിലോട്ട് കൺവെർട്ട് ചെയ്തു? അറ്റ് പാറിലുള്ള പുതിയ ഡിബെഞ്ചറിലോട്ടോ പുതിയ ഷെയറിലോട്ടോ കൺവെർട്ട് ചെയ്തു. അപ്പോൾ എന്താ എൻട്രി വരിക? നിങ്ങൾ ആദ്യം റിഡംഷൻ പ്രീമിയത്തിൽ വല്ല എൻട്രി ചെയ്താൽ, ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസിൽ റെഡീം ചെയ്തത് രണ്ടും പാറിലാണ്. റെഡീം ചെയ്തതും പാറിൽ, പുതിയ ഷെയറും പുതിയ ഡിബെഞ്ചറും പാറിലാണ്. അപ്പോൾ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബെഞ്ചർ ഹോൾഡർ, ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ടു ന്യൂ ഡിബെഞ്ചേഴ്സ്. ഇവിടെ നമുക്ക് റെഡീം ചെയ്യുന്ന എന്തിലാ? അപ്പോൾ എന്താ ഒരു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് പ്രീമിയം ഓർ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബെഞ്ചർ ഹോൾഡർ, ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ടു ന്യൂ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. കണ്ടോ? കത്തിയോ? ആദ്യം റിഡംഷൻ ചെയ്യുന്ന എൻട്രി ചെയ്താ. ഫസ്റ്റ് കേസിൽ റിഡംഷൻ ചെയ്ത പാറിലല്ലേ? അപ്പോൾ എന്താ എൻട്രി? ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബെഞ്ചർ ഹോൾഡർ. നമ്മൾ പഠിച്ചിട്ടില്ലേ മുമ്പ്? ഡിബെഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ടു ബാങ്ക്. നമ്മളിവിടെ പൈസ അടയ്ക്കുന്നില്ലല്ലോ, അടയ്ക്കുന്നതിന് മുമ്പ് അതിനെ പുതിയ ഡിബെഞ്ചറിലോട്ട് മാറ്റല്ലേ? അല്ലേ? അതന്നെ, കാരണം നമ്മൾ ഡിബെഞ്ചർ റിഡീം ചെയ്യുന്നില്ലല്ലോ ഇവിടെ. അത്രയുള്ളൂ. അതന്നെ, പുതിയ ഡിബെഞ്ചറിലോട്ടാണ് മാറ്റിയെങ്കിൽ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ടു ന്യൂ ഡിബെഞ്ചർ. ഇനി ഷെയറിലേക്കാണെങ്കിൽ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. കത്തിയോ? രണ്ടാമത്തെ എൻട്രി. ഫിദ, അപ്പോൾ ആദ്യം റിഡംഷൻ ചെയ്യുന്നത് പാറിലാണെങ്കിൽ എന്താ എൻട്രി വരിക? ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡിബെഞ്ചർ ഹോൾഡർ. അതിന് റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് പ്രീമിയം റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡിബെഞ്ചർ ഹോൾഡർ. ഓക്കെ അല്ലേ? ഇനി പുതിയ ഡിബെഞ്ചറിലോട്ടോ പുതിയ ഷെയറിലോട്ടോ മാറ്റണമെങ്കിൽ ആകെ ഒരൊറ്റ എൻട്രി, രണ്ട് കേസിൽ ഒറ്റ എൻട്രി. ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ന്യൂ ഡിബെഞ്ചർ. ഈ ഷെയറിലേക്കാണെങ്കിൽ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. കത്തിയോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഇത് കുറേ കേസുകൾ വരുന്നതാണ്, കുറേ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. പക്ഷേ ഇതിൽ നിന്ന് അങ്ങനെ ഒരൊറ്റ വരികയാണെങ്കിൽ ഒരൊറ്റ പ്രോബ്ലമേ വരുള്ളൂ കേട്ടോ, വരുവാണെങ്കിൽ.
അത് ഏത് കേസാണ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഈ രണ്ട് കേസും നോക്കി വെച്ചോ കേട്ടോ. രണ്ട് കേസ് നോക്കി വെച്ചോ. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 60,000 8% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്, redeemable after 4 years by converting them into equity share. ഇവിടെ എന്താ ചെയ്തേ? 4 വർഷം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് 100 രൂപയുടെ ഡിബഞ്ചർ, 60,000 രൂപയുടെ ഡിബഞ്ചർ റെഡീം ചെയ്യേണ്ടതാണ്. പക്ഷേ ആ സമയമായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഇക്വിറ്റി ഷെയറിലോട്ട് കൺവെർട്ട് ചെയ്തു. ഓക്കെ അല്ലേ? നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇക്വിറ്റി ഷെയറിലോട്ട് കൺവെർട്ട് ചെയ്ത എൻട്രി ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ഒരൊറ്റ എൻട്രി ആയിട്ട് എഴുതി കേട്ടോ. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അത് വേണമെങ്കിൽ ഒരൊറ്റ എൻട്രി ആയിട്ട് എഴുതാം. എങ്ങനെ? ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതാം? 60,000 ഇൻറ്റു എത്ര വരണേ? 100 രൂപയുടെ അല്ലേ? അപ്പോൾ 60,000 ഇൻറ്റു 100 എത്ര? 60 ലക്ഷം. ഓക്കെ, ഇനി നമ്മുടെ ഇവിടുത്തെ എൻട്രി പറഞ്ഞേ. ഇത് റെഡീം ചെയ്യുന്ന എന്തിലാ? ഒന്നും പറഞ്ഞിട്ടില്ല. റെഡീം ചെയ്യുന്ന എന്തിലാ? പാറിൽ റെഡീം ചെയ്തിട്ട് അതിനെ 10 രൂപയുടെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ എൻട്രി പറഞ്ഞേ, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡർ എത്ര? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡിബഞ്ചർ ഹോൾഡർ 60 ലക്ഷം. അതിനെന്തിലോട്ട് മാറ്റി? അപ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് എഴുതിയേക്കണം കേട്ടോ. അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്രന്നോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എത്രന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 60 ലക്ഷം. ഫസ്റ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന എൻട്രിയാണ് മോളെ. ആദ്യം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തില്ലടാ. അത് ഒരൊറ്റ എൻട്രി ആയിട്ട് എഴുതാം. ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതിയാലും മതി കേട്ടോ. ഒരൊറ്റ എൻട്രി ആയിട്ട് എഴുതിയാൽ മതി. അത് ക്യാൻസൽ ആക്കി കളയാം നമുക്ക്. രണ്ടിലും ഡെബിറ്റും ക്രെഡിറ്റും സെയിം അല്ലേ? ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ പഠിക്കുന്നില്ല. ഡിബഞ്ചറിൻ്റെ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ചല്ല ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കേസുകളുണ്ട്. ഇതൊക്കെ ഒരൊറ്റ എൻട്രി ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ ഇവിടെ. ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ഒക്കെ ഒരൊറ്റ എൻട്രി ആയിട്ട്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഷെയർ ക്യാപിറ്റൽ പറഞ്ഞ ചാപ്റ്ററാ. നിങ്ങൾക്ക് ഇല്ലല്ലോ, BBA കാരല്ലേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ല. അതാണ് നിങ്ങൾക്ക് ശരിക്കും അങ്ങനെ ഒരു ഡിബഞ്ചർ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട് ശരിക്കും. അത് BCom പഠിച്ചിട്ടുണ്ട്. അവരുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് വന്നേക്കണേ കേട്ടോ. അല്ലെ +2 പഠിച്ചിട്ടുണ്ടോ? കൊമേഴ്സ് ആയിരുന്നെങ്കിൽ +2 പഠിച്ചിട്ടുണ്ടോ? അതന്നെ നമ്മൾ ഒരുമിച്ചല്ല ഡിബഞ്ചറിന്റെ പൈസ വാങ്ങുക. ആദ്യം ആപ്ലിക്കേഷൻ, പിന്നെ അലോട്ട്മെന്റ്, പിന്നെ അതൊരൊറ്റ ഒരുമിച്ച് ഞങ്ങൾ അടച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്താ ചോദിച്ചോളൂ. റെഡീം ചെയ്യുന്ന എൻട്രി ആദ്യം ചെയ്താൽ പിന്നെ കൺവെർട്ട് ചെയ്യുന്ന എൻട്രി. ഇവിടെ ഇഷ്യൂ ചെയ്യുന്ന കേസ് പറഞ്ഞാലാണ് ഇഷ്യൂഡ് എൻട്രി. ഇത് ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ലിമിറ്റഡ് ഇഷ്യൂഡ് പറഞ്ഞാലാണ് ഇഷ്യൂ ചെയ്യുന്ന എൻട്രി ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ക്ലിയർ ആയ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ എന്തായാലും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ചാപ്റ്റർ ഇനി പഠിക്കേണ്ടത് പറഞ്ഞുതരാം. ഇനി പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് റെഡീം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കേസ് കൂടി പറഞ്ഞുതരാം കേട്ടോ. പ്രോഫിറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് നമ്മൾ റെഡീം ചെയ്തതെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? CRR. നമുക്ക് പ്രിഫറൻസ് ഷെയർ ആണ് റെഡീം ചെയ്യുന്നതെങ്കിൽ നമ്മൾ CRR ക്രിയേറ്റ് ചെയ്യും. ഇത് എന്താ? ഡിബഞ്ചറാണ് നമ്മൾ റെഡീം ചെയ്യണമെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ് DRR. 2 മാർക്കിന് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് DRR? എന്താ DRR എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്തോ. ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. എന്താണ്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്നാണ് DRRന്റെ അർത്ഥം. എപ്പോഴാണ് DRR ക്രിയേറ്റ് ചെയ്യുക? നോട്ട് ചെയ്തോ. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഈസ് ക്രിയേറ്റഡ് ഫോർ റിഡംഷൻ ഓഫ്, എഴുതിക്കോ, ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. നോട്ട് ചെയ്തോ. DRR എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുക?
Debenture out of profit. ഇറ്റ് ഇസ് എ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ ഡിബഞ്ചർ റിഡീം ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് DRR. ഓക്കെ, ചോദിച്ചോ. ഇപ്പൊ നമ്മള് ചെയ്ത ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 16 തന്നെ, അതിലെ ഡിബഞ്ചർ അപ്ലിക്കേഷൻ ടു ഡിബഞ്ചേഴ്സ് അതാ കോമൺ എൻട്രി ആണോ അതോ? കോമൺ എൻട്രി അത് 2 എൻട്രി എപ്പോഴും കോമണാ ഇഷ്യൂ ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ എഴുതാം എല്ലാത്തിലും എഴുതാം ഇഷ്യൂ ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ DRR പറഞ്ഞ എന്താ DRR? അപ്പോൾ നിങ്ങൾ പറയാ DRR ഈസ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ എന്തിനു വേണ്ടിയിട്ട്? റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. ക്ലിയർ ആയോ? ഡിബഞ്ചർ റിഡീം ചെയ്യാനാണ് DRR ക്രിയേറ്റ് ചെയ്യുന്നത്. എവിടെ നിന്ന് പൈസ എടുത്തിട്ട്? ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, നോട്ട് ചെയ്യുക. സാധാരണ DRR നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എത്ര ശതമാനമാണെന്ന് അറിയാമോ? ഫേസ് വാല്യൂയുടെ 10%. പുതിയത് ഫേസ് വാല്യൂയുടെ മിനിമം ഒരു 10% എങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, പുതിയ ഇത് പ്രകാരം കേട്ടോ, പുതിയ റൂള് പ്രകാരം. ഓക്കെ, അല്ലല്ല 25 അല്ല, ഇപ്പം മാറിയത് കേട്ടോ. 2019 ഓഗസ്റ്റ് 16 മുതൽ അത് 25% എന്നുള്ളത് കുറഞ്ഞ് 10% ആയിട്ടോ DRR. പഴയ സിലബസിലാണ് 25%, ഇപ്പോൾ 10% ആണ് കേട്ടോ. നിങ്ങൾ 10% തന്നെയാണ് നോക്കേണ്ടത് കേട്ടോ, നോട്ട് ചെയ്തോ. അപ്പോൾ DRR ക്രിയേറ്റ് ചെയ്യുന്ന എത്ര പെർസെൻറ്റേജാണ്? അതുകൊണ്ട് വേണമെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്യുക, തിയറിയിൽ ചോദിക്കുമ്പോൾ എഴുതാം കേട്ടോ. എത്ര പെർസെൻറ്റേജാണ്? ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചറിൻ്റെ 10% നമ്മൾ DRR ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഇനി നമുക്ക് തിയറീസ് ഫുള്ള് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് തിയറീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ അതുകൂടി നോക്കാം കേട്ടോ. ഇത്രയും പഠിച്ചാൽ മതി ഡിബഞ്ചറിൻ്റെ. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.